കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇർഷാദിനെതിരെ മുസ്ലിം ലീഗിന്റെ നടപടി. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തു നിന്നും ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി ഇർഷാദിനെ സസ്പെൻഡ് ചെയ്തു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചല്ല, രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് യു പ്രതിഭ വൈകാരികമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് നടപടികൾ. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പനയ്ക്കാക്കി വെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ഈ വഷളത്തരത്തിനാണ് ഇർഷാദിനെതിരെ നടപടിയെടുത്തത്. ഇർഷാദിന്റെ പരാമർശത്തെ ഇടതുപക്ഷ നേതാക്കൾ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇർഷാദിന്റെ പ്രസംഗത്തിന് മറുപടി പറയാനെത്തിയ യു പ്രതിഭ വൈകാരികമായാണ് പ്രതികരിച്ചത്. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലേറ്റിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. കായംകുളം മണ്ഡലത്തിലെ UDF കൺവെൻഷനിൽ നടത്തിയ പ്രസംഗം UDFനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ആദ്യം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി M. ലിജുവും പിന്നാലെ ഇർഷാദും മാപ്പ് പറയുകയും ചെയ്തു. ഒരു 0.1% പോലും അത്തരമൊരു പരാമർശത്തെ ഞങ്ങൾ ന്യായീകരിക്കില്ല. ശക്തമായി ഞാൻ ആ ഒരു പരാമർശത്തെ അപലപിക്കുന്നു. ആരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. എന്നാൽ ഖേദപ്രകടനത്തിൽ തൃപ്തിയാകാത്ത ഇടതു നേതൃത്വം വനിതാ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുമ്പോഴാണ് ഇർഷാദിനെതിരെ നടപടിയെടുത്ത് തൽക്കാലത്തേക്ക് പ്രതിസന്ധി മറികടക്കാൻ UDF ശ്രമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.